ബാക്ക് ടു മൈ ചാനൽ സെർച്ച് സമയത്തിൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മൾ ഇന്നലെ ഇട്ടത് പച്ചമുളക് കൃഷിയുടെ ആയിരുന്നു. പച്ചമുളക് കൃഷി ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടുണ്ട്. അധികം നമ്മൾ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ കൃഷിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ കൃഷിയുടെ വീഡിയോ നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വേറെ വീഡിയോ ആണത്. നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്ടിലത്തെ പച്ചക്കറി കൃഷിയും പൂക്കളുടെ കൃഷിയും. കുറച്ച് പൂക്കളുണ്ട്, പിന്നെ മണി പ്ലാന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചിട്ടാന്ന് ചോദിച്ചു. അപ്പം അങ്ങനത്തെ ഒരു ബ്ലോഗ്, ആ പരിചയപ്പെടുന്ന ഒരു ഇൻട്രൊഡ്യൂസിങ് ബ്ലോഗാണ് കൃഷിയുടെ കാര്യങ്ങളൊക്കെ. കൃഷിയുടെ വീഡിയോ ഇന്നലെ ഇട്ട പിന്നെ വീണ്ടും ഞാൻ ആലോചിച്ച് കണ്ടത് അതിൻ്റെ മനസ്സിൽ വന്നു. അപ്പം അങ്ങനെ ഇത് കാണിച്ചിട്ടാന്ന് ചോദിച്ചു. നിങ്ങൾക്ക് കാണിച്ചില്ലല്ലോ, വെറൈറ്റി ആവുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ നമ്മൾ പുറത്താണ് എനിക്ക് വന്നത്. നമ്മളിപ്പോൾ പുറത്തുനിന്ന് തുടങ്ങാമെന്ന് വെച്ചു. പുറത്ത് കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ട് അവിടെ തുടങ്ങാമെന്ന് വെച്ചു. ഇവിടെ അധികം പച്ചക്കറി കൃഷി അധികം തോന്നുന്നുണ്ട്, പൂക്കളുടെ കൃഷിയാണ് അധികം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ മണി പ്ലാന്റിനെ കണ്ട മേളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ വെച്ചതാണ്. പക്ഷെ അത് മൊത്തം വാടിപ്പോയി. ഇവിടുത്തെ പക്ഷെ സ്റ്റിൽ കണ്ടിന്യൂ ആയിട്ട് വളരുണ്ടത് കണ്ട. ഇടയിൽ മൊത്തം ഫുൾ ഇത്ര വളരുന്നു വെച്ച് ഞങ്ങൾ ആദ്യം ഒരു തൈ പിടിപ്പിച്ച് തുടങ്ങിയതാണ്. ആ ചെറിയ തൈ പിടിപ്പിച്ച് തുടങ്ങിയതാണ്. പക്ഷെ നന്നായി വളർന്ന് വരുന്നുണ്ട്. താഴ്ന്ന് കണ്ട നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നിന്നൊക്കെ നോക്കും, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സീനറിയുണ്ട് കണ്ട. ഇടയിലൊക്കെ നന്നായി വളരുന്നുണ്ട്. മുകളിലത്തെ ഉണ്ടായിരുന്നതാണ് കണ്ട, കരിഞ്ഞു പോയതാണ് കണ്ട. പിന്നെ നമ്മളിവിടെ തിണ്ടുമ വെച്ചതാണ്. ഇന്ന് വെച്ചതാണ് കേട്ടോ. ഇത് ഐസ്ക്രീം ചെപ്പിലെ തുളസിയുടെയാണ് കേട്ടോ. കൃഷ്ണ തുളസി എന്ന് തോന്നുന്നുണ്ട്, കൃഷ്ണ തുളസിയുടെ. ഇവിടെയും ഇത് സെയിം തന്നെയാണ്, കൃഷ്ണ തുളസിയുടെ സെയിം ഐസ്ക്രീം വെട്ടിന് വെള്ളമൊക്കെ തെളിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഡെയിലി. അത് കഴിഞ്ഞിട്ട് ഇവിടത്തുള്ള ചെടിച്ചട്ടിയിൽ നമ്മൾ ഇതും കൃഷ്ണ തുളസി തന്നെയാണ്. കൃഷ്ണ തുളസി ഇത് പനിക്കൂർക്കടയാണ്. പനിക്കൂർക്കട നല്ല പനിയൊക്കെ നമ്മൾ പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ അരച്ചിട്ട് കഴിക്കുന്നില്ലേ, പനിക്കൂർക്കട അതാണ്. ഇത് മണി പ്ലാന്റിൻ്റെ ഇല തന്നെയാണ് ഗൈസ്. നോക്കി, ചെറിയ മണി പ്ലാന്റ് ചെറിയ ഇല വളരുന്നുള്ളത്. ഇത് കൃഷ്ണ തുളസി, ഇത് രാമ തുളസി. ഇത് കൃഷ്ണ തുളസിയും ഇത് രാമ തുളസിയും. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ പഠിച്ച് വരികയാണ്. രാമ തുളസിയാണ് കേട്ടത്. അതിൻ്റെ വിത്താണ് കേട്ടോ ഇത്, കുരു പോലത്തെ. അപ്പോൾ ഇനി ഈ ഭാഗത്തുള്ളതാണ് കേട്ടോ. ഇതും പനിക്കൂർക്ക് തന്നെയാണ്. പനിക്കൂർക്ക് പിന്നെ മറ്റേ പൂവിൻ്റെ എന്തോ ഉണ്ടായിരുന്നതാണ്. പേര് എനിക്കറിയില്ല ചെടിയുടെ. കണ്ട ഈ ചെടിയാണ് എന്തോ ബുഷിൻ്റെ പോലെ ചെടിയാണ്. എനിക്ക് കറക്റ്റ് അറിയില്ല പേര്. ചെടിയിൽ ഇതിൽ വേറെ വളരുന്നില്ല, അതായത് പ്രത്യേകിച്ച് പേരൊന്നും അറിയില്ല. ഇത് പനിക്കൂർക്കടിയാണെന്ന് കൺഫേമായി. നമ്മുടെ ഗേറ്റിൻ്റെ അപ്പുറത്ത് കുറച്ച് സ്ഥലമില്ലാത്തതിനെ വെച്ചതാണ് കേട്ടോ. ഇത് ആര്യവേപ്പിൻ്റെയാണ് കേട്ടോ. ഇത് കുറച്ച് നമ്മൾ അത്യാവശ്യം ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. അതിന് ഇപ്പോൾ കുറച്ചൊക്കെ വളരുന്നുള്ളൂ കണ്ട. ആര്യവേപ്പൊക്കെ നല്ലതാണ്, അടിപൊളിയാണ്. നന്നായി ഉണ്ടായിരുന്നതാണ് ഇവിടെ മൊത്തം. പക്ഷേ ഇത് വാടി മൊത്തം പോയതാണ്. പക്ഷെ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കണതിനാണ്. ഇത് വേറൊരു പൂവാണ്. ഇതിൻ്റെ എനിക്ക് പേരറിയില്ല പൂവിൻ്റെ. ഇത് പൂവിൻ്റെ ചെടിയാണ് കേട്ടോ, അത് അറ്റത്തിരിക്കുന്നത്. പിന്നെ ഇത് രാമ തുളസിയാണ്. ഇതും രാമ തുളസിയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് രാമ തുളസിയുടെ നല്ല കാട് പോലെ പിടിച്ചത്. കുറേ വർഷമായിട്ടുള്ളതാണ്. ഇത് ഒരു പ്രശ്നമില്ല, വാടുന്ന പ്രശ്നമൊന്നുമില്ല. നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല പച്ച കളറിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ തൈ പിടിപ്പിച്ച് വെച്ചതാണ്. പക്ഷെ നന്നായിട്ട് പന്തലിച്ച് വരുന്നുണ്ട് കണ്ട. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഉള്ളത് വീടിൻ്റെ മുറ്റത്തുണ്ട്, ബാക്ക് സൈഡിൽ. പിന്നെ മുകളിൽ നിന്ന് കാണിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് നോക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ വന്നിട്ടുണ്ട് കണ്ട. ഇതാണ് വാഴ. ഇത് കുറേ വർഷമായിട്ടുള്ളതാണ്. ഇതിനൊരു മാറ്റമില്ല, നന്നായി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാഴ കണ്ട. ഇതും അതെ, ഇത് വെച്ചിട്ട് എന്തോ മരമല്ല, എന്തോ തൈ പോലെ എന്തോ സംഭവം വെച്ചിട്ട് വളർത്തിയതാണിത്. അത്യാവശ്യം വളരുന്നുണ്ട്. ഇത് കിട്ടിയതാണ്, പഴം കിട്ടിയതാണ്, കായക്കൊല കിട്ടിയതാണ്. ഇപ്പോൾ കൊണ്ട് വിറ്റ് 1 മാസമൊക്കെ കിട്ടിയിട്ട് അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ നമ്മൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെട്ടുണ്ട് വാഴ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇല മുറിക്കും. ഇല ഉണ്ടാക്കാൻ ചക്കട നാളികേരടൊക്കെ ഉണ്ടാക്കാൻ എടുക്കും നമ്മൾ. പിന്നെയുള്ളത് കൊപ്പക്കായാണ് കണ്ട.
കൊപ്പക്കായുടെ ഒരു 2 മാസമൊക്കെ ഒരെണ്ണം വന്നിട്ട് പഴുത്തത് ഒരെണ്ണം വന്നിട്ട് ഇപ്പം അധികം കൂട്ടാനേ ഒരു 2 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അധികം ഒന്നും ഉണ്ടായിട്ടില്ല, വരുന്നുള്ളൂ അധികം. ഇതും നമ്മുടെ കോമ്പൗണ്ട് തന്നെയാണ്, നമ്മുടെ പറമ്പ് തന്നെയാണ്. ഇത് കാര്യങ്ങളൊക്കെ നമ്മുടെ പറമ്പ് തന്നെയാണ്. പിന്നെ അവിടെ എന്തിട്ടാ കുറേ മരമല്ല, എന്താ ഉണങ്ങി ചെയ്ത് മരം ഉണ്ടായിരുന്നു. ഒരു പേരക്കയുടെ മരമായിരുന്നു അത്. ഇപ്പോൾ അത് ഉണങ്ങി പിടിച്ചു പോലെ. അപ്പോൾ ഗൈസ് നോക്കി, നമ്മൾ ഇന്നലെ ചെയ്തതാണ് ഇത് മുളകിൻ്റെ. കണ്ട, ഇതാണ് അടുത്തത് മുളകിൻ്റെ ഇതാണ് ചെടി. നമ്മൾ ഇന്നലെ പിടിപ്പിച്ചത് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് അത്. വളർന്നിട്ടില്ല, വളർന്നാൽ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. ഓരോ പ്രോഗ്രസ്സും ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ അവിടെ എന്ത് സംഭവമുണ്ട് കണ്ട, ഇതിൻ്റെ എനിക്ക് പേരറിയില്ല, തൊട്ടാവാടി പോലത്തെ സംഭവം. മുരിങ്ങലല്ല, വേറെ സംഭവമാണ്, അതല്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ നമ്മുടെ കൊപ്പക്കായ വളർന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട, കുറച്ചായിട്ട് വരുന്നുണ്ട്. ഒരെണ്ണം ചെറുതായിട്ട് വന്നിട്ടുണ്ട്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും ഒരു ദിവസം. കൊപ്പക്കായൊക്കെ നന്നായി കിട്ടിയ പിന്നെ അറ്റത്ത് അത് നമ്മുടെ കൊപ്പക്കായയിൽ വേറെ അപ്പുറത്തെ വീട്ടുകാരെ കൊപ്പക്കായുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇവിടെ നിറയുള്ളത് വാഴയാണ് കേട്ടോ. നിറയെ വാഴ കൃഷിയുണ്ട്. വാഴയിലായിരുന്നു പറഞ്ഞാൽ ഇഷ്ടം പോലെ വാഴയുണ്ട്. ആ അറ്റത്ത് കണ്ട, ഞാൻ കാണിച്ചില്ല, ആ അറ്റത്ത് തൊട്ട് ഫുള്ള് വാഴ നമ്മുടെയാണ് കേട്ടോ. കാര്യം പറഞ്ഞല്ലോ, കായകൊല കിട്ടിയതാണ്, ഇടയ്ക്കിടയ്ക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കതിന് പൊതിച്ചോറുണ്ടാക്കാനും ഇലയുടെ ഉണ്ടാക്കാനും ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമ്മൾ അത്യാവശ്യം വാഴയിലൊക്കെ എടുക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പൊതിച്ചോറും കാര്യങ്ങളൊക്കെ നമ്മൾ വാഴയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ അതിനൊക്കെ എടുത്ത് താഴത്തേക്ക് വരാൻ പോവാണ്. അപ്പോൾ താഴത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. മുളക് ചെടിയില്ലേ ഇന്നലെ കാണിച്ചത്, ഇന്നലെ നമ്മളിവിടെ മുളക് ചെടി നട്ടില്ല, അതല്ല താഴത്തുള്ള നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മേളിന്ന് പരമാവധി കാണിച്ചു തന്നെ സൂം ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ മുളക് ചെടി നട്ടത് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. എനിക്ക് അധികം പ്രത്യേകിച്ച് എടുത്ത് കാണിക്കരുത്, മേളിൽ തന്നെ കാണിച്ചിട്ടില്ല. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്ലോഗിലുണ്ട്. അപ്പോൾ അത് വളർന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ മഴ നനയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത്രയൊക്കെ നമ്മുടെ ഇവിടെ അത് പൂവൊക്കെ കുറവാണ്, പൂവൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഈ നമുക്ക് ജമന്തിയുടെയും മുല്ലയുടെ തൈ ഉണ്ടായിരുന്നു, മുല്ലപ്പൂവിടെ ഉണ്ടായിരുന്നു. പക്ഷെ മുല്ലപ്പൂ അധികം കരിഞ്ഞു പോയി. എനിക്കെന്ത് നേരത്തെ ഞാൻ പേര് പറഞ്ഞു, ഒരു പേരറിയാത്ത ചെടി കാണിച്ചിട്ടില്ലേ അവിടേക്കുണ്ട്. മറ്റേ പനിക്കൂർക്കയുടെ അപ്പുറത്തെ തിണ്ടപ്പിരിക്കുന്ന ആ പനിക്കൂർക്കയുടെ തൊട്ടപ്പുറത്തുള്ളത് അത് മുല്ലപ്പൂൻ്റെ ആണെന്ന് എനിക്ക് കിട്ടി. മുല്ലപ്പൂൻ്റെ ആണ് കേട്ടോ. പക്ഷെ മുല്ലപ്പൂ ഒന്നും ഇല്ല, മുല്ലപ്പൂ ഒക്കെ മൊത്തം വാടിപ്പോയി. അതിൻ്റെ ഇല മാത്രം അവിടെ ഉള്ളൂ. അതാണ് തെളിവിലാണ് സംശയിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ. പിന്നെ വേറൊരു ഇതില് ശംഖുപുഷ്പം ഉണ്ടായിരുന്ന ചെടി കണ്ടായിരുന്നു. പിന്നെ ഒരു പിങ്ക് കളറൊക്കെ ഉള്ള ഇത് പൂവൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുള്ളൂ അത്രയ്ക്ക് നമ്മുടെ പൂക്കൾ. പിന്നെ ജമന്തിയുടെയും റോസയുടെയും കുറച്ച് വാങ്ങിക്കണം. പിന്നെ ജാസ്മിൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് തൈ വെച്ച് പിടിപ്പിക്കേണ്ട ആഗ്രഹമുണ്ട്. പിന്നെ മുളക് പോലെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പം അത് നോക്കണം. അപ്പോൾ അതൊക്കെ നമ്മുടെ വീഡിയോ. ഇപ്പോൾ നമ്മുടെ പച്ചക്കറി കൃഷി കാര്യങ്ങളൊക്കെ ഇത്രയായിട്ടുള്ളൂ. അപ്പോൾ കൊപ്പക്കായ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, വാഴക്കൊല, വാഴ, പിന്നെ അങ്ങനത്തെ പനിക്കൂർക്ക, തുളസി നിറയുണ്ട്. അത് എനിക്ക് കൂടുതലുള്ളത് പറഞ്ഞാൽ മറ്റേ രാമതുളസി ഉണ്ട്. ഞാൻ പറഞ്ഞു കാട് പോലെ. അത് വെള്ളമൊക്കെ ഡെയിലാണ് കുറേ വർഷമായിട്ട് ചെയ്തിട്ടുള്ളത്. അത് വേറെ കഴിഞ്ഞ പോലെ കാര്യമൊന്നും ഇല്ല. അപ്പോൾ ഇത്ര നമ്മൾ ഇന്നത്തെ വീഡിയോ. മണി പ്ലാന്റ് ഉണ്ട്, ഞാൻ കാണിച്ചിട്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓണാമത്തിയാൽ നമ്മുടെ വീഡിയോസ് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ തിരക്കുള്ള നമ്മൾക്ക് എല്ലാവർക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ. എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ്. നമ്മുടെ ഡെയിലി വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.